അബിയും ഒണിയിലും അനുമോളും കൂടെ സംസാരിക്കുകയാണ്. ഒണിയിൽ പറയാണ്, ഞാൻ ബിഗ് ബോസ് പറയുന്നതിന് മുമ്പേ ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ വന്നത് അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്യാനോ ഒന്നുമല്ല. കുറച്ച് നേരം നിങ്ങൾക്കൊരു സന്തോഷം നൽകുക, സന്തോഷത്തോടെ നിൽക്കുക, അതാണ്. അപ്പം അഭിലാഷ് പറയുന്നത്, അതാ ഞാനും അത് പറഞ്ഞതാണ്. ഞാനും വന്ന ഉടനെ പറഞ്ഞത് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവരൊക്കെ ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാന്ന് ഉള്ളതാണ്. അല്ലാതെ ഇവരെ ടാർഗറ്റ് ചെയ്യാനോ ഇവരോട് ഗെയിം കളിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനോ ഒന്നും അല്ല വന്നേന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയാം, ഞാനതാണ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും വഴക്കിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊന്നും ആയിപ്പോവുക ഞാൻ എന്ന് അനുമോൾ പറയുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരവരൊരു പ്രോത്സാഹനം കൊടുക്കുക, അത്രേ ചെയ്യാവുള്ളൂ. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ലെന്ന് അഭിലാഷ് പറയുന്നത്. ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ കൂടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നിന്നെ ചൊറിയുകയാണെങ്കിൽ നീ പിടിച്ചങ്ങ് മാന്തുക, അത്ര തന്നെ, അല്ല വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. ഉണ്ണിയിൽ പറയാം, നീ ആദ്യമേ നിന്നെ ചൊറിഞ്ഞപ്പോൾ നീ ഇടപെടാഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ വന്നത്. അനുമോൾ ആകെ പേടിച്ചിരിക്കുക. അനുമോൾ ചോദിക്കാം, മീഡിയക്കാരെങ്കിലും എൻ്റെ വീട്ടിലെങ്ങാനും പോയെന്നല്ല അറിയാവോ? പോയെങ്കിലും എന്താ, അതവരെല്ലായിടത്തും പോവില്ലേ എന്ന് അഭിലാഷ് പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞാണ് ആര് വന്നാലും കതവ് തുറന്ന് പുറത്തിറങ്ങല്ലേന്ന്. ആരെങ്കിലും വന്നാൽ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ അകത്ത് തന്നെ ഇരിക്കുക, അവളെ പുറത്തോട്ട് ഇറങ്ങല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അതെന്തിനാ നീ അങ്ങനെ പറയുന്നതെന്ന് അഭിലാഷ് ചോദിക്കുന്നു. ഉണ്ണിയിൽ പറഞ്ഞാൽ അതെങ്ങനെ അറിയാൻ പറ്റും നിൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നോ ഇല്ലയോ എന്ന്? എനിക്ക് ആ ഒരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞ ആര് വന്നാലും ഒന്നും സംസാരിക്കാതിരിക്കൊന്നും വേണ്ടാന്ന്. ചോറ് തുറന്ന് പുറത്തിറങ്ങേണ്ടെന്നൊക്കെ ആരെങ്കിലും പറയുമോ എന്ന് ചോദിച്ചപ്പം പറയാം, എനിക്ക് പേടിയാണ്, അവരിനി എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കൊരു വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അവർ നിനക്ക് മോശമാണെന്നോ ഒന്നും പറയത്തില്ലെന്ന് പറയുമ്പോൾ പറയാം, അയ്യോ അവർ പുറത്തിറങ്ങിയാൽ ശരിയാവത്തില്ലെന്ന് അനുമോൾ പറയാം. അയ്യോ ഉണ്ണിയിൽ പറയാം, നീ ഒരു കാര്യം മനസ്സിലാവണം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നീ അതൊക്കെ മാറ്റണം. നമ്മൾ മാത്രമല്ല ഗെയിം കളിക്കുന്നത്, നമ്മുടെ വീട്ടുകാരും ഒരു ഗെയിം കളിക്കും. അനുമോൾ ചോദിക്കും, ആണോ? അപ്പോൾ അവർ പറയാം, അവർക്കും അറിയാം, അവരേതറ്റം വരെയും നിന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാം. അവരെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, എൻ്റെ അമ്മ നല്ല സപ്പോർട്ടായിരുന്നു എന്ന് അനുമോൾ പറയാണ്. ഞാൻ പറയുന്നത്, നീ ആരുടെ കുടുംബക്കാരുടെ എടുത്താലും ഇതങ്ങനെ തന്നെയാണ്. എല്ലാവരും ആ കുടുംബവും നിങ്ങളോടൊപ്പം ഉണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നീ അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട, നന്നായിട്ട് ഗെയിം കളിക്കുന്നത് അവർ പറയുകയാണ് അനുമോളുടെ അടുത്ത്. അനുമോൾക്ക് നല്ല പേടിയുണ്ട്, പുറത്ത് എന്താ നടക്കുന്നത്, വീട്ടുകാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, അവരെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴുവോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അനുമോൾക്കുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.